അവിട്ടം, ചതയം, പൂരുരുട്ടാതി, മകം, പൂരം, ഉത്രം, മൂലം, പൂരാടം, ഉത്രാടം എന്നിങ്ങനെയുള്ള 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ജൂൺ മാസം 23-ാം തീയതി തിങ്കളാഴ്ച അതിസവിശേഷമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ദിവസമാണ്. അതായത് ഓരോ ദിവസവും ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഓരോ ഗ്രഹങ്ങളുടെയും സ്വാധീനത്തിനനുസരിച്ച് വളരെ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും മനുഷ്യർ മനസ്സിൽ കരുതി കൂട്ടി വച്ചിരിക്കുന്ന പല കാര്യങ്ങളും തെറ്റിപ്പോകുന്നതും എല്ലാം അതിൻ്റേതായ സമയത്ത് മാത്രം നടക്കുന്നതും. അതിനി എത്രയൊക്കെ കഠിനമായി പരിശ്രമിച്ചു എന്ന് പറഞ്ഞാലും ചില വ്യക്തികളുടെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ അതിൻ്റേതായ സമയമെത്തുമ്പോൾ മാത്രമായിരിക്കും ഫലം നൽകുക. അപ്രകാരം നോക്കുമ്പോൾ ഈ ജൂൺ 23-ാം തീയതി തിങ്കളാഴ്ച ഈ 3 രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ ഇടയുള്ള ഏറ്റവും സവിശേഷതകൾ നിറഞ്ഞ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്ന 3 രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ജൂൺ 23-ാം തീയതി തിങ്കളാഴ്ച അവരുടെ ജീവിതത്തിൽ ശുക്രൻ്റെ സ്വാധീനം വളരെയധികം ഉണ്ടാവുകയും അതിനാൽ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ളവയുമായിരിക്കും. ഇതിൽ ആദ്യമായി ശുക്രൻ്റെ സ്വാധീനം വളരെയധികം അനുഭവിക്കുവാനുള്ള യോഗം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. ജീവിതത്തിലെ ഓരോ ദിവസവും മുന്നോട്ടേക്ക് കൊണ്ടുപോകുവാനായി മിക്ക കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളും എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്നും എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും ഒറ്റ വാക്കിൽ പറയുവാൻ കഴിയില്ല. അതായത് പല കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളും ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമാണ്. സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതകളും മാത്രമല്ലാതെ നിങ്ങളുടെ മനസമാധാനം കെടുത്തുന്ന പല വിധത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളും കൊണ്ടും ജീവിതം തന്നെ മടുത്ത അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിരവധി കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളുണ്ട്. ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിലേക്ക് എത്തിപ്പെടാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. മുഴുവനായി നിങ്ങളുടെ ചുറ്റുപാട് എടുത്തു നോക്കുകയാണെങ്കിൽ ജീവിതം ഇനി എന്തായിത്തീരുമെന്നുള്ള ചിന്ത തന്നെയാണ് നിങ്ങളെ അലട്ടുന്നത്. ഈ അവസ്ഥകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പല വ്യക്തികളും ജീവിതം അവസാനിപ്പിച്ചു കളഞ്ഞാലോ എന്നുവരെ ചിന്തിച്ചിട്ടുള്ളവരാണ്. എന്നാൽ നിങ്ങൾ ഈ ഒരു സമയത്ത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശുക്രൻ എന്ന ഗ്രഹം ഗുണഭാവത്തിൽ വരുന്ന ഈ ഒരു സമയത്ത് ഒരു മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യ ആയുസ്സിൽ തന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള സമ്പത്തും ഐശ്വര്യങ്ങളും സന്തോഷവും ജീവിത നേട്ടങ്ങളുമെല്ലാം തന്നെ നിങ്ങളിലേക്ക് ഒരു അത്ഭുതമെന്ന പോലെ വന്നു ചേരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ തരത്തിലുള്ള കഷ്ടകാലം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഈ ജൂൺ 23-ാം തീയതി തിങ്കളാഴ്ച നിങ്ങളുടെ പല ആഗ്രഹങ്ങളും സഫലീകരണത്തിലേക്ക് എത്തിച്ചേരും. ഇതിൽ തന്നെ പല ആളുകളിലും ജൂൺ 23-ാം തീയതി തിങ്കളാഴ്ച മുതലുള്ള 7 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടുള്ള ഫലം കാണുവാൻ കഴിയും. അതുപോലെ തന്നെ കുംഭം രാശിക്കാരിൽ സൂര്യൻ ലഗ്നത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ശുക്രൻ നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് പുറമെ
സൂര്യൻ്റെ ഗുണകരമായ സ്വാധീനവും നിങ്ങളിൽ ഈ സമയത്ത് വളരെയധികമായിരിക്കും. പലപ്പോഴും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ചില തുകകൾ കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് തിരികെ ലഭിക്കുകയും അത് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഒരു പരിധിവരെ ഉപകാരപ്രദമാവുകയും ചെയ്യും. അതിനാൽ തന്നെ ഈ ഒരു ദിവസം നിങ്ങൾ കടമായി കൊടുത്തിട്ട് കിട്ടാതിരുന്ന സ്വർണമോ പണമോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ആ വ്യക്തികളോട് ചോദിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ശുക്രൻ്റെ അനുഗ്രഹം വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ കർമ്മമേഖലകളിൽ ഏറ്റവും നല്ല രീതിയിൽ മികവ് പുലർത്തുവാനും പല കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ പുതിയ ചില മാറ്റങ്ങൾ കൊണ്ടുവരുവാനും കഴിയും. അതുപോലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയും ജീവിത നിലവാരവും നിങ്ങൾക്ക് കൈവരുന്ന സമയം കൂടിയായിരിക്കും ഇത്. ആത്മവിശ്വാസം കൈവിടാതെ നിങ്ങൾ ചെയ്യുന്ന എന്തൊരു കാര്യമായിരുന്നാലും അതിൽ നിന്ന് വളരെ നല്ല ഫലങ്ങളായിരിക്കും കുംഭം രാശിക്കാരെ തേടിയെത്തുന്നത്. ഇനി രണ്ടാമതായി, ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഈ ജൂൺ മാസം 23-ാം തീയതി തിങ്കളാഴ്ച കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിയിൽ പിറന്ന ഈ 3 നക്ഷത്രക്കാരെ പറ്റിയും പറയുവാനാണെങ്കിൽ ഈ തിങ്കളാഴ്ച നിങ്ങൾക്ക് രാജയോഗ സമാനമായ അനുഭവങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയാതെ പകുതിയിൽ നിർത്തിവെക്കേണ്ടി വന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. അത്തരത്തിൽ കാര്യതടസ്സങ്ങൾ കൊണ്ട് മുന്നോട്ടേക്ക് പോകുവാൻ കഴിയാതെ വളരെയധികം ദുഃഖങ്ങൾ നിങ്ങളുടെ മനസ്സിന് സമ്മാനിച്ചിരുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നു ചേരുന്ന ദിവസങ്ങളായിരിക്കും ജൂൺ 23-ാം തീയതി തിങ്കളാഴ്ച മുതലുള്ള 7 ദിവസങ്ങൾ. ഇതിൽ പ്രത്യേകിച്ച് വീടിൻ്റെ ചില ഭാഗങ്ങൾ ഒന്ന് പുതുക്കി പണിയുവാനായി തുടങ്ങി വെച്ചിട്ട് അതുപോലും നല്ല രീതിയിൽ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. അത്തരത്തിലുള്ള അനുഭവത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ അറ്റകുറ്റപ്പണികളെല്ലാം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ പൂർത്തിയാക്കിയെടുക്കുവാനുള്ള യോഗവും ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട്. ശുക്രൻ നിങ്ങൾക്ക് ഭാഗ്യമായി വരുന്നതിനാൽ തന്നെ ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ ഇപ്പോഴുള്ളതിലും അധികമായി വർദ്ധിക്കുകയും ആർഭാടം നിറഞ്ഞ ജീവിതശൈലികളിലേക്ക് മാറുവാനുള്ള യോഗവും ചില വ്യക്തികൾക്ക് ഈ സമയത്ത് കൈവരും. അപ്പോൾ ഇത്രയധികം ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സമയമാണെങ്കിൽ പോലും ഇപ്പോഴുള്ള നിങ്ങളുടെ സാഹചര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇതിനൊന്നും ഒരു മാറ്റവും വരുവാൻ പോകുന്നില്ല എന്ന് മനസ്സിലെങ്കിലും ചിന്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ചിന്താഗതി മാറ്റുവാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക. കാരണം നമ്മളുടെ മനസ്സിൽ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളത് ഈ പ്രപഞ്ചശക്തി തന്നെ തെളിയിച്ചിട്ടുള്ള ഒരു സത്യമാണ്. അതായത് ഒരു കാര്യം നടക്കുമെന്ന് നിങ്ങൾ പലവട്ടം ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അതിനി നല്ല കാര്യമാണെങ്കിലും മോശം കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ശുഭസമയങ്ങൾ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് വരുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയും കഴിയുമെങ്കിൽ എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്ന് നിങ്ങളുടെ വായ കൊണ്ട് പറയുകയും ചെയ്യുക. എല്ലാ നെഗറ്റിവിറ്റികളെയും മാറ്റിവെച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത്ഭുതപ്പെടുത്തുന്നവയായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ശുക്രൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വരുന്ന ഈ ഒരു സമയത്ത് ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഭവനങ്ങളിൽ
വളരെയധികം സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവുകയും കുടുംബത്തിൽ എന്തെന്നില്ലാത്ത ഐക്യവും മനസമാധാനവും നിലനിൽക്കുകയും ചെയ്യും. എന്നാൽ ആരോഗ്യകാര്യത്തിൽ മാത്രം നിങ്ങൾ ഒരല്പം ശ്രദ്ധ പുലർത്തുക. ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകുവാനിടയുണ്ടെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് ദോഷകരമായി വരില്ല. ഇനി ജൂൺ 23 തിങ്കളാഴ്ച ശുക്രൻ്റെ സ്വാധീനം വളരെയധികം ഗുണകരമായ ഫലങ്ങൾ നൽകുവാൻ പോകുന്ന മൂന്നാമത്തെ രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ പറ്റി പറയുമ്പോൾ വിട്ടുമാറാത്ത ചില രോഗാവസ്ഥകൾ പിന്തുടരുന്നതിനാൽ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സമാധാനക്കേടുകളും സമ്പത്തൊന്നും കയ്യിൽ നിൽക്കുന്നില്ലാത്ത അവസ്ഥയും അനുഭവിച്ചു വരുന്ന ചില വ്യക്തികളുണ്ട്. അതായത് വരുന്ന പണമെല്ലാം ആശുപത്രിയിൽ കൊടുക്കുവാൻ പോലും തികയുന്നില്ലാത്ത അവസ്ഥ. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് കടബാധ്യതകളും ഏറെയാണ്. അങ്ങനെ ഒരു കഷ്ടത നിറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ധനുരാശിയിൽ പിറന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ ഇന്നത്തെ അധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനിക്കാം. കാരണം ശുക്രൻ അനുഗ്രഹഭാവത്തിൽ വരുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടുകയും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗാവസ്ഥകൾക്ക് ശമനം കാണുവാൻ കഴിയുകയും ചെയ്യും. ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കർമ്മ മേഖലയിൽ വരുവാൻ പോകുന്ന മാറ്റങ്ങളെ പറ്റിയാണ്. ജോലി ഉണ്ടായിട്ടും ആ ജോലി സമാധാനത്തോടെയും ഊർജ്ജസ്വലതയോടെയും ചെയ്യുവാൻ കഴിയാതെ വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. മാത്രമല്ല ജോലി സ്ഥലത്ത് ഒരു മനസമാധാനവും നിങ്ങൾക്കില്ല. അതായത് നിങ്ങൾ എത്രയൊക്കെ ആത്മാർത്ഥമായി ജോലി ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റേതായ പ്രതിഫലം ലഭിക്കുന്നില്ല. അതിനു പുറമെ കുറ്റപ്പെടുത്തലുകളും നിരവധിയാണ്. എന്നാൽ ജൂൺ 23 തിങ്കളാഴ്ച മുതലുള്ള 7 ദിവസത്തിനുള്ളിൽ ധനുരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഏറ്റവും മികച്ച ചില കാര്യങ്ങൾ നടക്കുന്നത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ജോലിയിൽ സ്ഥിരതയില്ലാതെ വളരെയധികം അനിശ്ചിതത്വം നിറഞ്ഞ അവസ്ഥകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഇത് പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ കാണുവാൻ കഴിയുന്ന സമയമാണ്. ഇനി ഒരു ജോലിയുമില്ലാതെ പുതിയൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും ഈ ജൂൺ 23 നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്തു വരുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ജൂൺ 23 തിങ്കളാഴ്ച നിങ്ങളുടെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ചില നിക്ഷേപങ്ങൾ ചെയ്യുവാനും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള യോഗവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 3 രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ജൂൺ 23 തിങ്കളാഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ശമനം വരികയും പുതിയ ചില ശുഭകാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്ന സമയമായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.